സർ, വളരെ കാര്യക്ഷമമായിട്ടുള്ള നടപടികൾ ഇനിയും ആവശ്യമാണ്. ഇത് കുറച്ച് എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളിലും ഇതിന് അനുകൂലമായിട്ടുള്ള അഭിപ്രായ സമന്വയവും ഉണ്ടായി വരേണ്ടതുണ്ട്. സർ, വ്യക്തിയുടെ അകത്ത് കുടുംബത്തിന്റെ അസ്ഥിവാരം തകർത്ത് വ്യക്തിയുടെ അകത്ത് വിഷാംശങ്ങൾ വിതച്ച് മദ്യം അതിന്റെ കരാളമായിട്ടുള്ള താണ്ഡവം നടത്തുകയാണ് കേരളക്കരയിൽ. നമ്മുടെ കേരളീയ പ്രബുദ്ധതയെക്കുറിച്ച് ഇത്രയും കാലം നമ്മൾ നടത്തിയിരുന്ന അവകാശവാദങ്ങളൊക്കെ സർ വെറും അസംബന്ധമായിട്ട് മാറുകയാണ്. നമ്മൾ കേരളീയ പ്രബുദ്ധത, മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേരളം വഴികാട്ടി എന്നൊക്കെ നമ്മൾ വെറുതെ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ അസ്ഥാനത്താണ്, ഒന്നിനും വഴി കാണിക്കുന്നില്ല. കേരളം ഇന്ന് ഇന്ത്യയുടെ മധ്യ സംസ്ഥാനമാണ്. കേരളം ഇന്ന് ഇന്ത്യയുടെ മധ്യപ്രദേശ് ആയിക്കൊണ്ടിരിക്കുകയാണ് സർ. അത് വളരെ ആപൽക്കരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അത് മാത്രമല്ല സർ, പഞ്ചാബായിരുന്നു ഒന്നാം സ്ഥാനത്ത്. ഇന്ന് പഞ്ചാബിനെ തട്ടി തകർത്ത് ആളോഹരി പ്രതിശീർഷ മദ്യത്തിന്റെ ഉപഭോഗത്തിൽ 11 ലിറ്ററാണ് കേരളം. അത് പഞ്ചാബിനൊക്കെ ആ സ്ഥാനത്ത് നീക്കി കേരളം മുന്നോട്ട് പോവാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ കേരളീയ പ്രബുദ്ധത, കേരളം വഴി കാണിച്ചു എന്നൊക്കെ പറയാം? കേരളം ഇന്ത്യയുടെ ആത്മഹത്യാ മുനമ്പാണ്, സൂയിസൈഡ് പോയിന്റാണ്. അതിൻ്റെയും പിറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹേതുകമായിട്ട് നിൽക്കുന്നത് മദ്യമാണ്. അതുകൊണ്ട് മദ്യത്തിന്റെ ഗൗരവം, അത് ഉയർത്തുന്ന വെല്ലുവിളിയുടെ ഗൗരവം ചെറുതാക്കി കാണാൻ സാധിക്കില്ല സർ. സർ, മദ്യം ഇന്ന് ക്രിമിനലിസം വളർത്തുന്നു. സർ, പത്രം വായിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. കേരളക്കരയിൽ ചാനൽ കാണാൻ പറ്റുന്നില്ല. കാരണം അതിലൊക്കെ വരുന്നത് അധിക വാർത്തകളും മനുഷ്യനെ സഹിക്കാൻ കഴിയാത്തതാണ്. സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് താങ്ങാൻ കഴിയാത്തതാണ്. കുഞ്ഞുങ്ങൾക്കെതിരായ അക്രമം, കുടുംബങ്ങളിലെ ഛിദ്രത, മാതാപിതാക്കളെ മക്കൾ കൊല്ലുക, മക്കളെ മാതാപിതാക്കൾ കൊല്ലുക, അച്ഛനെ കൊല്ലിക്കുന്ന മദ്യം, അമ്മയെ തല്ലിക്കുന്ന മദ്യം, ക്രിമിനലിസത്തെ വ്യാപകമാക്കുന്നതിൽ മദ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്ക് സർക്കാർ വളരെ ഗൗരവത്തോടെ എടുക്കണം. ഈ എടുത്ത സ്റ്റെപ്പ് പോരാ, കൂടുതൽ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറയാൻ തന്നെയാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. സർ, ലോകത്ത് പലയിടത്തും മദ്യമുണ്ട്. പക്ഷേ ഈ സാംസ്കാരികമായിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ മദ്യമുണ്ട്. അവിടെ നിന്ന് ഇത്ര വലിയ മദ്യം കഴിച്ചിട്ട് ഇത്ര വലിയ ഒരു സാമൂഹികാന്തരീക്ഷത്തിന് വിഘാതമായി വരുന്നത് കാണാൻ സാധിക്കില്ല. അതിന്റെ കാരണങ്ങളെക്കുറിച്ച് ഞാൻ ഇപ്പം കടക്കുന്നില്ല. അവിടെയൊക്കെ കുടിക്കുന്നേ ഉണ്ടാവുള്ളൂ. ഇവിടെ ആറാടുകയാണ്, കുടിച്ചാൽ വയറ്റ് കിടക്കണം എന്ന് മലയാളത്തിലെ ഒരു പഴമൊഴിയുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? എന്തുകൊണ്ടാണ്? അതാണ് സർ, ഇവിടെ മദ്യത്തിലുള്ള ഒരു ആറാട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുമ്പ് കാലത്ത് മദ്യം എന്ന് പറഞ്ഞാൽ സർ, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ചില സഹപ്രവർത്തകർ സൂചിപ്പിച്ചു, മുമ്പ് കാലത്ത് മദ്യം ചില വിശേഷ അവസരങ്ങളിലൊക്കെയാണ്. മദ്യം ഇങ്ങനെ പരസ്യമായിട്ട് വിൽക്കുന്ന ഒരു കാലം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. മദ്യം പരസ്യമായിട്ട് വിൽക്കുക, അതിന് സൗകര്യം ചെയ്യുക, അതിന് ആളുകൾ ക്യൂ നിൽക്കുക, അതില്ല. അതൊരു പുതിയ നടപടിയാണ്, ഒരു പുതിയ പ്രവണതയാണ്. അതിനെ പുതിയതായിട്ട് തന്നെ കാണണം സർ. ഈ മദ്യത്തിന്റെ ലാഭത്തെക്കുറിച്ചും അതിന്റെ ലാഭവിഹിതത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന്റെ നഷ്ടത്തെക്കുറിച്ച് എന്താ ഒരു കണക്കെടുക്കാത്തത്? എന്തുകൊണ്ടാണ് സർ മാറി മാറി വരുന്ന സർക്കാരുകൾ മദ്യത്തിന്റെ നഷ്ടത്തിന്റെ കണക്കെടുക്കുമ്പോൾ, കഥ പറയുമ്പോൾ എല്ലാവരും പുറകോട്ട് ഉൾവലിയുന്നത്, മാളത്തിലേക്ക് വലിയുന്നത്? ആരോഗ്യത്തിന്റെ സബ്ജക്ട് കമ്മിറ്റിയിൽ ഞാൻ തന്നെ പല ഉന്നയിച്ചൊരു വിഷയമാണ് മദ്യത്തിന്റെ വരുമാനത്തെക്കുറിച്ച്. മദ്യം വരുത്തുന്ന നഷ്ടത്തിന്റെ കണക്കെടുക്ക്. ഒരാൾക്ക് 50 രൂപയെങ്കിലും ഒരു കണക്കെടുക്ക്. എത്ര വരും? ബാക്കിയുള്ളതിലും കടക്കണ്ട. കുഞ്ഞിന്റെ പഠിപ്പ് മുടക്കിയത്, ഭാര്യയുടെ കണ്ണീര്, അമ്മയുടെ ഹൃസ്പന്ദനം, ജീവിത പങ്കാളിയുടെ രോദനം, മക്കളുടെ സ്വാസ്ഥ്യത്തിന്റെ വിനാശം, അതൊന്നും കണക്കെടുക്കണ്ട. ആരോഗ്യം അവിടെ കിടക്കട്ടെ. ക്യാൻസർ, കരൾ രോഗം, വൃക്കരോഗം ഇന്ന് വർദ്ധിച്ചു വരുന്ന, ഇതാരും തയ്യാറല്ല. കാരണം അതിന്റെ കണക്കെടുത്താൽ ഈ വലിയ രമ്യഹർമ്മം തകരും. മദ്യത്തിന്റെ വരുമാനം കൊണ്ടാണ് രാജ്യഭരണം നടക്കുന്നതെന്ന് ഇവിടെ കെട്ടിപ്പൊക്കിയ കടലാസ് ഗോപുരമുണ്ട്. അത് സർ കൃത്രിമമാണ്. അത് തീർത്തും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഒരാരോഗ്യകരമായ സമൂഹത്തിന് അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. അവിടെ മാറ്റം ആവശ്യമാണ്. അതിന് സർ ഇവിടെ മാറ്റമുണ്ടാകണം. ആത്മഹത്യ, ഗാന്ധിജി പറഞ്ഞത് മദ്യപാനം തന്നെ ആത്മഹത്യ എന്നാണ്. അതൊന്ന് വളരെ ശരിയായി. ആത്മഹത്യക്ക് മദ്യം കാരണമാകുന്നു എന്നുള്ളതല്ലേ നമ്മൾ പറയണത്? മഹാത്മജി മദ്യപാനത്തെ തന്നെ ആത്മഹത്യ എന്നാണ് വിളിച്ചത്. സർ, നഷ്ടത്തിന്റെ കണക്കെടുക്കുമ്പോ ഗാന്ധിജി പറഞ്ഞത് മദ്യനികുതി പാപത്തിന്റെ കൂലിയാണെന്നാണ്. സർ, ഈ ചിത്രം ഗാന്ധിജിയുടെ വെച്ചതുകൊണ്ടായില്ല. ഇടക്കൊക്കെ രാഷ്ട്രപിതാവിനെ ഓർക്കണം, അർദ്ധനഗ്നനായ ഫക്കീറിനെ ഓർക്കണം. ആ അർദ്ധനഗ്നനായ ഫക്കീർ പറഞ്ഞു വെച്ചിടത്തേക്ക് രാജ്യം മടങ്ങേണ്ടി വരും. അല്ലാതെ ഈ രാജ്യം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളെല്ലാം സാമ്പത്തികമല്ല, ഭൗതികമല്ല, സാംസ്കാരികമായിട്ടുള്ള, ധാർമ്മികമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മദ്യത്തിന് സൗകര്യം ചെയ്യണമെന്നല്ലേ പറയണത്? മദ്യത്തിന് തൊഴിലുണ്ട്, അവരുണ്ട്, കൂലിക്കാർ. ഗാന്ധി ചോദിച്ചൊരു ചോദ്യമുണ്ട്, വേശ്യാവൃത്തിക്കും സൗകര്യം ചെയ്യണ്ടേ? മദ്യപാനത്തിന് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുന്നവർ
വേശ്യാവൃത്തി അനുവദിക്കാനും അത് നിലനിർത്താനും അതിനുള്ള സംവിധാനം ഒരുക്കാനും ആവശ്യപ്പെടില്ലേ എന്ന് മഹാത്മാഗാന്ധി ചോദിച്ചു. തീയിലും ആഴമേറിയ വെള്ളത്തിലേക്കും ഓടുന്നവനെ പിടിച്ചു നിർത്തുന്ന പോലെ മദ്യപാനത്തെയും മദ്യപാനിയെയും പിടിച്ചു നിർത്തണമെന്ന് മഹാത്മജി ഉണർത്തി. തീയിൽ ചാടാൻ പോകുന്നവന് ഉത്ബോധനം മാത്രം മതിയാവില്ല, അയാളെ പിടിച്ചു വെക്കണം. ആഴമേറിയ അഗ്നികുണ്ഡത്തിലേക്ക്, ആഴമേറിയ അഗാധ ഗർത്തത്തിലേക്ക് ചാടാൻ പോകുന്ന നമ്മുടെ ഒരു സഹോദരനോട് നമുക്ക് പ്രബോധനം മതിയാവില്ല സർ, ഉദ്ബോധനം മതിയാവില്ല. അവനെ പിടിച്ചു വെക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ അതിനുള്ള ഇച്ഛാശക്തി കാട്ടണം. അതാണ് സുധീരന്റെ ശബ്ദം. സുധീരൻ മുഴക്കുന്ന ശബ്ദം, ബാബു മുഴക്കുന്ന ശബ്ദം തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. രണ്ടും ഒരേ നയത്തിലേക്ക് വരികയാണ്. അല്ലെങ്കിൽ ആ നയത്തിലേക്ക് നാളെ വരണം. അതിലൊന്നും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അത് സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഭരിക്കുന്ന മുന്നണിയെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് ദിശാബോധം കൊടുക്കേണ്ട ബാധ്യത ഉണ്ട്. അത് നിർവഹിക്കുന്നേ ഉള്ളൂ. സർ, ഗാന്ധിജി അതിനെക്കുറിച്ച് പറയേണ്ടായത് മദ്യവും മയക്കുമരുന്നും പിശാചിന്റെ രണ്ട് കരങ്ങളാണ്. 1926 ഏപ്രിൽ 22 ഗാന്ധിജി എഴുതി, ബുദ്ധിശൂന്യതയിലും ലഹരിയിലും അടിമത്തത്തിലും അതുവഴി ദാരിദ്ര്യത്തിലും മനുഷ്യൻ ചെന്ന് പതിക്കുന്നത് ആ പിശാചിന്റെ കരങ്ങളുടെ അടിയേറ്റാണ്. ഗാന്ധിജി എഴുതി. 1938 സർ ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ സർക്കാർ ഉണ്ടാവുന്നത്, സ്വാതന്ത്ര്യത്തിന് മുമ്പ്. അതിന്റെ ഭരണഘടനയിൽ പോലും ഗാന്ധിജി മദ്യനിരോധനം എഴുതി വെപ്പിച്ചു. 1931 ജൂൺ 25 യങ് ഇന്ത്യയിൽ ഗാന്ധിജി എഴുതിയത് ഹൈക്കോർട്ട്, ഭാരതത്തിന്റെ സർവാധിപതിയായി 1 മണിക്കൂർ നേരത്തേക്ക് പോലും നിയോഗിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം ഒരു പ്രതിഫലവും കൊടുക്കാതെ രാജ്യത്തുള്ള എല്ലാ മദ്യശാലകളും അടച്ചു പൂട്ടുക എന്നതായിരിക്കും. സർ, ഇതൊക്കെ വെറും വാക്കുകളാണോ? ഇതൊരു മഹാത്മാവിന്റെ മൃദുവചനങ്ങൾ മാത്രമല്ല, ഈ രാജ്യത്തിന് ദിശാബോധം നൽകിയ ഒരു വിമോചകന്റെ സ്വപ്നങ്ങളാണ്. ആ കാമനകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ആ കാമനകളുടെ സാർത്ഥകമായിട്ടുള്ള നിർവഹണമാണ് ഈ രാജ്യത്ത് വരുന്ന സർക്കാരുകളുടെ മുഖ്യധർമ്മം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെന്ത് തടസ്സമുണ്ടെങ്കിലും സാർ അത് നീക്കണം. മദ്യവിമുക്ത ഇന്ത്യ. ഞാൻ സുധീരന്റെ പ്രസ്താവനയെ മാത്രമല്ല, ഞാൻ ഡിവൈഎഫ്ഐയുടെ പ്രസ്താവനയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഡിവൈഎഫ്ഐ അടുത്ത കാലത്ത് പ്രമേയം പാസാക്കി, നല്ല കാര്യമാണ്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചപ്പോൾ എനിക്ക് വലിയ അഭിമാനം തോന്നി. ഒരു യുവജന സംഘടന മദ്യത്തിനെതിരെ ധീരമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല, ഇത് മനുഷ്യന്റെ പ്രശ്നമാണ്, ഇത് മാനവരാശിയുടെ പ്രശ്നമാണ്, ഇത് മലയാളിയായ വീട്ടമ്മയുടെ കണ്ണീരിന്റെ പ്രശ്നമാണ്. സർ, കഴിഞ്ഞ ദിവസം വീട്ടമ്മ സ്വന്തം മകനെ കൊന്നു ഈ കേരളത്തിൽ. 4 അംഗ കുടുംബമാണ്. മക്കളിൽ ഒരു പെൺകുട്ടി ബുദ്ധിപരമായിട്ട് മാനസികമായിട്ട് അത്ര വളർച്ചയില്ലാത്ത പെൺകുട്ടിയാണ്. 2 ആൾ ആൺമക്കൾ. അമ്മ വിധവയാണ്. ഈ കുടുംബം പോറ്റേണ്ടത് 2 മക്കളാണ്. ഒരാൾ മദ്യത്തിന് അടിമപ്പെട്ട് മദ്യത്തിന്റെ ആളായി മാറി അയാൾ നാട് വിട്ടുപോയി. കുടുംബം പുലർത്താനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 2ാമത്തെ ആള് സർ മദ്യപിച്ച് വന്നിട്ട് വീട്ടുകാരെ ഈ ഉപദ്രവിക്കലായി. അമ്മ ഒരു ദിവസം ഇവന്റെ നെഞ്ച് പിളർത്തി അവനെ കൊന്നു. 9.5 മാസം ഗർഭാശയത്തിൽ കൊണ്ടു നടന്ന മാതാവ് മകനെ കൊന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല സർ. ആ അമ്മ മകനെയാണ് കൊന്നത്. ആ അമ്മ കുത്തിയത് മദ്യമെന്ന പിശാചിന്റെ നെഞ്ചത്താണ്. അത് മനസ്സിലാക്കാൻ പ്രബുദ്ധ സമൂഹത്തിന് സാധിക്കണം. അങ്ങനെയുള്ള അമ്മമാരെ സൃഷ്ടിക്കണോ? നിങ്ങൾ അമ്മമാരെ കൊലയാളികളാക്കണോ? ആ ചോദ്യമാണ് സർ ഇന്ന് ഉന്നയിക്കപ്പെടേണ്ടത്. ഒരച്ഛൻ മകനെ കൊന്നു ഈ കേരളത്തിൽ. ഇതൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായ വാർത്തയാണ്. എന്തിനാ അച്ഛൻ മകനെ കൊന്നത്? മദ്യപിച്ച് വന്നിട്ട് അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് സഹികെട്ട അച്ഛൻ. ഇവന്റെ മദ്യത്തിന്റെ പേക്കൂത്തുവന് കാണിക്കുന്ന അമ്മയുടെ നെഞ്ചത്താണ്. കുറെ ദിവസം അച്ഛൻ സഹിച്ചു. അച്ഛന് സഹികെട്ടപ്പോ അച്ഛൻ മകനെ കൊന്നു. അതുകൊണ്ടാണ് സർ ജ്ഞാനിയായ പ്രവാചകന്റെ ജ്ഞാനിയായ സഹകാരി മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹകാരിയായ അലിയോട് ഒരാൾ ചോദിച്ചു, മദ്യമാണോ, വ്യഭിചാരമാണോ, മോഷണമാണോ, ഏതാണ് ഏറ്റവും വലിയ തിന്മ? അലി പറഞ്ഞു, മദ്യമാണ്. കാരണം മദ്യപിച്ചവൻ പിന്നെ മോഷ്ടിക്കും, മദ്യപിച്ചവൻ വ്യഭിചരിക്കും, മദ്യപിച്ചവൻ എന്തും ചെയ്യും, മദ്യപിച്ചവൻ കാർ ഓടിച്ച് ആളെ കൊല്ലും. ഈ കേരളത്തിലെ റോഡ് അപകടങ്ങളെ പറ്റി ആരെങ്കിലും ഗൗരവത്തിൽ പഠിച്ചിട്ടുണ്ടോ? റോട്ടിലിറങ്ങാൻ കഴിയുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം എഞ്ചിനീയറിംഗ് കോളേജിലെ അമ്മയും കുഞ്ഞിനെയും ദാരുണമായിട്ട് കൊന്നു. അമ്മയും കുഞ്ഞും കിടക്കുന്ന ചിത്രം പത്രങ്ങളിൽ വന്നിരുന്നു. അത് നോക്കി നിൽക്കുന്ന മറ്റൊരു കുട്ടിയുടെ ചിത്രം വന്നിരുന്നു. എത്ര ഹൃദയഭേദകമാണ് സർ, എത്ര ഹൃദയഭേദകമാണ്. അതിലേക്ക് നയിച്ചത് മദ്യപാനിയായ ഡ്രൈവറാണ്.
ഡൽഹിയിലെ പെൺകുട്ടിയെ പറ്റി ഇവിടെ വലിയ ചർച്ച നടന്നിരുന്നല്ലോ. ഇന്ത്യ രാജ്യത്ത് വലിയ രാഷ്ട്രീയ കോളികളൊക്കെ ഉണ്ടായല്ലോ. റൈസിന കുന്നിലേക്ക് ജനം എയച്ച് കയറിയല്ലോ പ്രതിഷേധിച്ചിട്ട്. രാഷ്ട്രപതി പാർക്കുന്ന റൈസിന കുന്നിലേക്ക് മദ്യപിച്ചിട്ടാണ് അത് ചെയ്തത്. ഇപ്പോഴുണ്ടല്ലോ ഉത്തരേന്ത്യയിൽ 2 ദളിത് പെൺകുട്ടികൾ, അവര് സർ വെളിക്കരിക്കാൻ പോയപ്പോൾ ബലാത്സംഗം ചെയ്ത് കൊന്ന് മാവും കൊമ്പത്ത് കെട്ടിത്തൂക്കി. മദ്യപാനികളാണ് സർ ചെയ്തത്. അതുകൊണ്ടാണ് സർ ശ്രീബുദ്ധൻ പറഞ്ഞു, ഗർജിക്കുന്ന സിംഹത്തെ നേരിടാൻ നിങ്ങൾ പേടിക്കണ്ട. കാരണം അത് നിങ്ങളുടെ ധൈര്യത്തിന്റെ മാറ്റുരക്കലാണ്. വാളിനെയോ കൊലമരത്തെയോ നിങ്ങൾ ഭയക്കേണ്ട. കാരണം അത് നിങ്ങളുടെ സേവനത്തിന്റെയും ത്യാഗത്തിന്റെയും മാറ്റുരക്കലാണ്. ഔന്നത്യത്തിന്റെ ഗിരിശൃംഗങ്ങളിൽ നിന്ന് താഴ്ചയുടെ താഴ്വാരങ്ങളിലേക്ക് എടുത്തു ചാടാൻ ഭയക്കണ്ട. കാരണം അത് നിങ്ങളുടെ താപസ ജീവിതത്തിന്റെയും വ്യക്തി ജീവിതത്തിന്റെയും ശ്രേഷ്ഠത വർദ്ധിപ്പിക്കലാണ്. ആളിക്കത്തുന്ന അഗ്നികുണ്ഡത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. കാരണം അത് നിങ്ങളുടെ ആത്മശുദ്ധിയുടെ ഒരക്കല്ലാണ്. എന്നാൽ മദ്യത്തിനെ നിങ്ങൾ ഭയപ്പെടണം. അത് എല്ലാ തിന്മകളുടെയും ഒരക്കല്ലാണ്. ബുദ്ധനെ മറക്കാൻ കഴിയില്ല സർ. പഴയ ആചാര്യന്മാരുടെ ഒക്കെ വാക്കുകളിലേക്ക് പോകേണ്ടി വരും. ആത്മാന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും. പ്രവാചക തിരുമേനിയുടെ കാലത്ത് മദ്യം നിരോധിച്ചിട്ട് ഒരാൾ സർ അണ്ണാക്കിൽ കൈയിട്ട് ഛർദ്ദിക്കുന്നത് കണ്ടു. ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കണം. അണ്ണാക്കിൽ കൈയിട്ട് ഛർദ്ദിക്കണം. ആളുകൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റി? കരുതിക്കൂട്ടി ഓക്കാനുണ്ടാക്കുന്നു. അയാൾ പറഞ്ഞു, മദ്യം നിരോധിക്കപ്പെട്ടിരിക്കുന്നു. നിരോധിക്കപ്പെട്ട ഈ സാധനത്തിന്റെ ഒരു തുള്ളി എന്റെ വയറ്റിൽ കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിരോധനത്തിന്റെ ഉത്തരവ് വരുന്നതിന് മുമ്പ് മദ്യപിച്ചതാണ്. ആ ഓരോ തുള്ളിയും ഞാൻ ഓക്കാനിച്ച് പുറത്തേക്ക് കളയാൻ ആഗ്രഹിക്കുകയാണ്. അത്ര വലിയൊരു തിന്മയാണ് സർ ഇത്. അത്ര വലിയ തിന്മയാണ്. ആ തിന്മയെ ഒരിക്കലും നമുക്ക് ലഘൂകരിച്ച് കാണാൻ കഴിയില്ല സർ. കേരളത്തിൽ ഞാൻ ഉപഭോഗം, ബഹുമാനപ്പെട്ട മന്ത്രി കുറെ നടപടി സ്വീകരിച്ചു. അതിൽ കുറെ നേട്ടങ്ങളുണ്ടായി. സർക്കാരിന്റെ ഉപഭോഗം കുറഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു. എക്സൈസ് മന്ത്രി ശ്രീ ബാബു 10-നും 17% ഇടയിൽ. വിറ്റുവരവ് വർദ്ധിച്ചത് 90%, എക്സൈസ് തീരുവ 90% കൂടിയത് കൊണ്ടാണ് വിറ്റുവരവ് വർദ്ധിച്ചതാണ് മന്ത്രി പറയുന്നത്. ശരിയാണ് സർ. പക്ഷെ മദ്യ ആസക്തി കൂടുകയാണ്. പ്രതിശീർഷ മദ്യ ഉപഭോഗം 11 ലിറ്ററാണ്. കേരളത്തിലെ 18% മദ്യപിക്കുന്നവർ. ഏറ്റവും കൂടുതലാണ് സർ ഇത് കേരളത്തിൽ. ദേശീയ ശരാശരിയുടെ ഇരട്ടിയാണ്. 10 വർഷം കഴിഞ്ഞാൽ ഈ പോക്ക് പോയാൽ 4 ഇരട്ടിയാവും. നമ്മുടെ മക്കളെ പറ്റി ചിന്തിക്കണം. പോസ്റ്റീരിറ്റി നമ്മളൊക്കെ എപ്പോഴും പറയാറുണ്ടല്ലോ. ആ വരും തലമുറ അതാണല്ലോ വലുത്. എന്താവും? പുസ്തക സഞ്ചി ഇന്ന് സർ മദ്യത്തിന്റെ സഞ്ചി ആയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. കുഞ്ഞുങ്ങൾ പോയിട്ട് മദ്യം വാങ്ങാണ്. അപ്പോഴാണ് 18 വയസ്സായവർക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ള ഉത്തരവ് വന്നത്. പത്രത്തിലാണ് 1ാമത്തെ പേജിൽ ഫോട്ടോ വന്നത്, കുഞ്ഞുങ്ങൾ ക്യൂ നിന്നിട്ട് മദ്യം വാങ്ങുന്നത്. സർ, മദ്യത്തിന്റെ ഒരു ചെറിയ നിയന്ത്രണം വരുമ്പോഴേക്ക് എത്ര വലിയ ആശ്വാസമാണ് സമൂഹത്തിൽ ഉണ്ടാകുന്നത്. ഈ നിയമസഭാ സമ്മേളനത്തിൽ 13ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം, നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ 1891, നിലവാരമില്ലാത്ത ബാറുകൾ അടച്ചതിന് ശേഷമുള്ള സാമൂഹികാവസ്ഥ. എന്റെ സ്നേഹിതൻ VM ഉമർ മാസ്റ്റർ കൊടുത്ത ചോദ്യം, നിലവാരമില്ലാത്ത ബാറുകൾ അടച്ചതിന് ശേഷമുള്ള സാമൂഹികാവസ്ഥയെ സംബന്ധിച്ച് വിശകലനം നടത്തിയിട്ടുണ്ടോ? ബി, മദ്യം ഉപയോഗിച്ചുകൊണ്ടുണ്ടാകുന്ന സംഘടനകൾ, റോഡപകടങ്ങൾ, ഗാർഹിക പീഡനം എന്നിവയിൽ കുറവ് വന്നിട്ടുണ്ടോ? വിശദമാക്കാമോ? എത്ര ശതമാനത്തിന്റെ കുറവുണ്ടായിരുന്നു വ്യക്തമാക്കാമോ? മറുപടി ഇല്ല. നിലവാരമില്ലാത്ത ബാറുകൾ അടച്ചതിന് ശേഷവും മറുപടി ശ്രീ രമേശ് ചെന്നിത്തല, ആഭ്യന്തരവും വിജിലൻസ് വകുപ്പ് മന്ത്രി. നിലവാരമില്ലാത്ത ബാറുകൾ അടച്ചതിന് ശേഷവും അടയ്ക്കുന്നതിന് മുമ്പുള്ള 2 മാസത്തെ കണക്കുകൾ താരതമ്യം ചെയ്തതിൽ നിന്നും മദ്യം ഉപയോഗിച്ചത് കൊണ്ടുണ്ടാകുന്ന സംഘടനകളിൽ 36% കുറവും, ഗാർഹിക പീഡനങ്ങളിൽ 31% കുറവും ഉണ്ടായിട്ടുള്ളതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ നിയമസഭാ സമ്മേളനത്തിലെ എഴുതി കൊടുത്ത മറുപടിയാണ്. വാട്ട് എ മൊറൈൽ ബൂസ്റ്റിംഗ് റിപ്ലൈ. ഇത് പോരെ സർ? സർക്കാരിനും സമൂഹത്തിനും ഇതിനേക്കാൾ ധാർമ്മികമായിട്ടുള്ള ആത്മശക്തിയെ ഉണർത്തുന്ന എന്ത് വേണം സർ? എന്നിട്ടും നമ്മൾ കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ ഇനി എന്നാണ് സർ നമ്മൾ കണ്ണ് തുറക്കുക? മദ്യാസക്തി കൂടുന്നു സർ. കുഞ്ഞുങ്ങളുടെ മദ്യപാനം, വനിതകൾ മദ്യപിക്കുന്നു, മദ്യപ വനിതകൾ, സ്കൂൾ കുഞ്ഞുങ്ങൾ. 8 വയസ്സുകാരനായ ലിജിൻ എന്ന് പറയുന്ന കുട്ടിയെ ഓർക്കുക സർ. ഞാൻ ആ കുഞ്ഞിനെ പറ്റി ഒരു ലേഖനം എഴുതിയിരുന്നു. അച്ഛൻ കൊണ്ടുവന്ന് വെച്ച മദ്യം TV സ്റ്റാൻഡിന്റെ ചുവട്ടിൽ അടിച്ച് കുടിച്ചിട്ട് അമിതമായി പോയിട്ട് കുഞ്ഞിനെ അവശനായിട്ട് ഛർദ്ദിച്ച് ആശുപത്രിയിൽ കുട്ടി മരിക്കുന്നു. ഇത്രയുണ്ടായല്ലോ, കുഞ്ഞിനങ്ങ് നഷ്ടപ്പെട്ടു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സർ എൻ്റെ മാതൃഭൂമിയിലെ ലേഖനം വായിച്ചിട്ട് അമ്പിളി എന്നൊരു കുടുംബിനി വിളിച്ചു. അവർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എഴുതിയ ലേഖനത്തിൽ പറയുന്ന കുട്ടി എൻ്റെ അയൽവക്കത്താ.
അമ്മ ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ഫോൺ കോൾ വരുന്നത്. ഞാനിതൊക്കെ ഓർക്കുന്നു, വേദനയോടെ ഓർക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് അമ്മ ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല. അച്ഛൻ അതിൽ ദുഃഖത്തിൽ ഉരുകിപ്പോയി. ഈ കുടിക്കുന്നവരിൽ 8 വയസ്സുകാരുണ്ട് കേരളത്തിൽ. തൃശ്ശൂരിലെ 6 വയസ്സുകാരൻ ആശുപത്രിയിലായി. കുടിക്കുന്നവരിൽ കേരളത്തിൽ 22% മുഴുക്കുടിയന്മാരാണ്. 65-നും 70-നും ഇവിടെ വല്ലപ്പോഴും കുടിക്കുന്നവരാണ്. മദ്യം തൊട്ടു നോക്കാത്ത ദൃഢചിത്തർ 8%-നും 10%-നും ഇടയിൽ മാത്രമാണ്. അലോപ്പതി മരുന്നുകൾ ലഹരിക്കായിട്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് സൂക്ഷിക്കണമെന്ന വാർത്ത ഇന്നലെ പത്രത്തിൽ വന്നിട്ടുണ്ട് സർ. അതുകൊണ്ട് ഇന്നത്തെ പത്രത്തിലെ ഒരു ആശ്വാസകർ, ഇതെല്ലാവരും നോക്കേണ്ട കാര്യമാണ്. ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന എന്ന് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, എന്ന് പത്രത്തിൽ ഞാൻ വായിച്ചു, ലഹരിക്കെതിരായിട്ട് വേണ്ടി വന്നാൽ നിയമ നടപടികളിലേക്ക് സർക്കാർ പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചു നിന്ന് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ള വിഷയമാണ് സർ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ മദ്യം എന്ന് പറയുന്നത്. സർ, മദ്യത്തിന്റെ ഉൽപാദനം കൊണ്ട് ലോകത്ത് മദ്യ ഉപഭോഗം കൊണ്ട് ആരും നന്നായിട്ടില്ല. ശാന്ത്യോഗോപനിഷത്തിൽ പഞ്ചമഹാപാപങ്ങളിൽ പെട്ടതാണ് മദ്യപാനം. അഥർവവേദത്തിൽ നികൃഷ്ട വൃത്തിയാണ്. ഋഗ്വേദത്തിൽ എന്റെ സ്നേഹിതൻ ഇവിടെ സൂചിപ്പിച്ചൊക്കെ ചില അവസരങ്ങളുള്ള കാര്യമാണ്. വൈനെ കുറിച്ചൊക്കെ അത് അനിഷേധ്യമാണ്. ക്രൈസ്തവ സമൂഹത്തിൽ അതൊക്കെ ചില സന്ദർഭങ്ങളുള്ളതാണ്. അത് ചില സന്ദർഭങ്ങൾ, ചില ആഘോഷങ്ങൾ, അതും തന്നെ വൈൻ എന്നൊക്കെ പറയുന്നത് ശുദ്ധമായ വൈനെവിടെ? ഇന്നത്തെ അത് തന്നെ വൈനെ യഥാർത്ഥത്തിൽ മദ്യത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ പോലും കഴിയില്ല. അത് വേറെ വിഷയമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. യാദവ വംശം മുടിഞ്ഞത് മദ്യപാനത്തിലാണ്. പ്രാചീന ശാസ്ത്രങ്ങളും പുരാണങ്ങളൊക്കെ. ജൈനമതത്തിൽ മദ്യപാനം മഹാതിന്മയാണ്, ബുദ്ധമതത്തിലും അങ്ങനെയാണ്. 5 ദോഷങ്ങളുണ്ട് സർ. കക്കായിക, കൊല്ലായിക, കാമത്താൽ തെറ്റായിക, കള്ളം ചൊല്ലായിക, കുടിച്ചിടായിക. ഇതാണ് സർ പറഞ്ഞിട്ടുള്ളത്. ഈ രീതിയിൽ എല്ലാവരും, പിന്നെ കേരളത്തിൽ നിന്നിട്ട് മദ്യവിരുദ്ധ മനോഭാവത്തെ പറ്റി പറയുമ്പോൾ നാരായണ ഗുരുവിനെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. കുടിക്കരുത്, കൊടുക്കരുത്, വിളമ്പരുത്, ഉണ്ടാക്കരുത്, വിഷമാണ്. അതുകൊണ്ട് സർ ഈ രീതിയിൽ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സർ. മദ്യവിരുദ്ധ മനോഭാവം സുധീരന്റെ ശബ്ദമായാലും ബാക്കി ആരുടെ ശബ്ദം, അത് കേരളത്തിന്റെ മനസാക്ഷിയുടെ പ്രതിസ്വരമാണ്. അതിന്റെ കൂടെ കേരളീയ ജനമുണ്ട്, ഈ നാടിന്റെ ധാർമ്മിക ബോധമുണ്ട്. അതിന് കരുത്ത് പകരണം. നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകണം. രാഷ്ട്രീയ നിറം കൊടുക്കരുത്. ഭാവി തലമുറയെ രക്ഷിക്കണം. നാളെ ഒരു നരക കൊണ്ടുപോയിട്ട് നമ്മുടെ നാട് ചാടുന്നതിന് മുമ്പ് അവർ റെസ്പോൺസിബിലിറ്റി ടു ചൈൽഡ് എന്നുള്ള ഒരു സ്കീമിന്റെ പേരാണ്. അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ, ഒരു സ്കീമിന്റെ മാത്രം വരാൻ പാടില്ല സർ. അത് നാളേക്കുള്ള അജണ്ടയായിരിക്കട്ടെ. നമുക്ക് നമ്മുടെ നാടിനെ ഈ തിന്മയിൽ നിന്ന് രക്ഷിക്കുന്നതിന് ഒറ്റക്കെട്ടായി നിൽക്കാൻ സാധിക്കട്ടെ. ഗവൺമെന്റിന് ശക്തി കൊടുക്കുക, എല്ലാവരും ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവുക, നിയമനിർമ്മാണങ്ങൾ വരട്ടെ. ഒറ്റയടിക്കെല്ലാം ഒഴിവാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ക്രമേണ ഈ മദ്യപിശാചിനെ പിടിച്ചു കെട്ടുന്ന പ്രബുദ്ധതയിലേക്ക് കേരളീയ സമൂഹത്തിന് വളരാനും വയരാനും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.